അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ലയടങ്ങിയ ആക്സിയം 4 സംഘത്തിന്റെ മടക്കം ജൂലൈ 14 ലക്ഷ്യമിടുന്നുവെന്ന് നാസ നേരത്തെ പ്രഖ്യാപിച്ച ദൗത്യ കാലാവധി ഇന്നത്തോടെ അവസാനിച്ചിരുന്നു. ജൂലൈ 14 നാലംഗ സംഘവുമായി ക്രൂ ഡ്രാഗൺ ഗ്രേസ് അൺഡോക്ക് ചെയ്യും. ജൂൺ 26 നാലംഗ ആക്സിയം 4 സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത്. കാലാവസ്ഥയടക്കം എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചാണ് ജൂലൈ 14 ഡ്രാഗൺ ഗ്രേസ് പേടകത്തിന്റെ അൺഡോക്കിംഗ് നടത്തുവാൻ തീരുമാനിച്ചത്. കൃത്യമായ സമയക്രമം വരും ദിവസങ്ങളിൽ നാസ അറിയിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള അടുത്ത മുഴുവൻ സമയ ദൗത്യമായ ക്രൂ 11 വിക്ഷേപണം ജൂലൈ 31 നടത്തുവാനും തീരുമാനമായിട്ടുണ്ട്. ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കുവാൻ ആക്സിയം 4 സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ 230-ലധികം തവണയാണ് ആക്സിയം സംഘം നിലയത്തിലെ താമസത്തിനിടെ ഭൂമിയെ ചുറ്റിയത്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ വിത്തുകളുടെ പഠനത്തിലാണ് കഴിഞ്ഞ ദിവസം ശുഭാംശു കൂടുതൽ സമയം ചെലവഴിച്ചത്. സ്പ്രൗട്ട്സ് പരീക്ഷണത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് മുളപൊട്ടിയ വിത്തുകളെ ശുഭാംശു ഫ്രീസറിലേക്ക് മാറ്റി. മറ്റൊരു പരീക്ഷണത്തിനായി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ നിരീക്ഷണവും ചിത്രമെടുപ്പും ഇതിനോടൊപ്പം നടത്തുന്നുണ്ട്. മൈക്രോ ആൽഗെ വളർച്ചാ നിരീക്ഷണവും തുടരുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഇത്രയും ദിവസത്തെ ദൗത്യത്തെക്കുറിച്ച് ആക്സിയം സ്പേസ് ചീഫ് സയന്റിസ്റ്റുമായി ശുഭാംശു സംസാരിക്കുകയും ചെയ്തു. മൂലകോശ ഗവേഷണം മുതൽ ചെടികളുടെ വളർച്ച വരെ സംബന്ധിച്ച പഠനങ്ങൾ നടത്താനായെന്നും ഈ പരീക്ഷണങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും ശുഭാംശു പറഞ്ഞു. ആക്സിയം 4 പുരോഗതി ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യം അൺഡോക്ക് ചെയ്യണമെന്ന് കരുതുന്നു. ജൂലൈ 14 അൺഡോക്ക് ചെയ്യുവാനുള്ള നിലവിലെ ലക്ഷ്യമെന്നും നാസ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തുവാൻ പോകുന്ന ശുഭാംശുവിനെ ഓർത്ത് തങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന നിമിഷം ഞങ്ങൾ സന്തുഷ്ടരാണ്. അവൻ സുരക്ഷിതനായി തിരിച്ചു വരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ശുഭാംശുവിന്റെ അമ്മ ആശാ ശുക്ല വാർത്താ ഏജൻസിയായ ANI യോട് പറഞ്ഞു.